ചെയ്യാണ്ട് നമുക്ക് മനസ്സിലായി. ഈ വണ്ടിക്ക് ആ വണ്ടി ഒഴിവാക്ക്. എനിക്കിവിടെ ഭൂമിയൊന്നുമില്ല സുഹൃത്തേ. ഈ ഏരിയ ഒന്ന് മാറ്റി പിടിക്കൂ. ഹലോ ബേണിംഗ് ബ്ലേഡാ നിങ്ങളാ? എന്നെ പിറ്റ് ചെയ്തട സാധനം. ആരെ 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 പിറ്റ് ചെയ്യേ? എന്ന ആര്? നീയല്ലേ? അതെ ഞാനാടാ. ചീട്ട വണ്ടിയൊക്കെ വെച്ച് പിറ്റ് ചെയ്ത് തുടങ്ങണം. അവര് കൊറേ നേരമല്ല നമ്മുടെ ഇട്ട് നിന്ന് കിടക്കുന്നത്. ഹാക്കേഴ്സ് ടോപ്പാണ് അവര്. പിള്ളേരാടാ ഹാക്കേഴ്സ് ആണോ അല്ലേ? എന്താ സെൻസസ് എടുക്കാൻ വന്നതാണോ? സെൻസസ് എടുക്കാൻ വന്നതാണോ? കേക്കുന്നില്ലേ? നീ കേക്കണ്ട ബ്രോ, എനിക്ക് കേക്കണ്ട. നീ കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ കേക്കണ്ട, കാര്യം കഴിഞ്ഞില്ലേ? നീ കേക്കണ്ട. നീ പോടാ, വലിയ വിഷയമില്ല, പോട്ടെ. സാവിജി നീ കണ്ടാ മതി, നമ്മള് നോക്കിക്കോളാം കേട്ടാ. നീ കണ്ടാ മതി, നമ്മള് നോക്കിക്കോളാം. നിനക്കെല്ലാം ഓർമ്മ വേണം. നീ പിറ്റും ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട, മാറി നിന്നാ മതി. എനിക്ക് അവനോട് സംസാരിക്കണ്ടേ. നീ പിറ്റ് ചെയ്യണ്ട. നീ എന്തിനാ നമ്മളെ വന്ന് പിറ്റ് ചെയ്യണം? ഒന്ന് മാറി കൊടുക്കും. നമ്മുടെ പുറകെ വന്ന് എന്തിനാ നീ? HFന് കടി പോലെ. HFന് ചന്ദ്ര കേട്ടല്ലോ. ചന്ദ്രന് റേഡിയോ അടിയെന്നാനൊക്കെ ചന്ദ്രൻ റേഡിയോ ഇല്ല ഇപ്പൊ. സൗണ്ട് കേട്ടല്ലോ. പോയ എവിടെ 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 എവിടെ? അതേ പോണ് ബ്രോ. പേരറിയണ്ടേ ബ്രോ? അല്ല, ഏതൊരുത്തിന് പേരറിയണമെന്ന് പറഞ്ഞല്ലേ? ഏതൊരു മൊണ്ണക്ക് പേരറിയണമെന്ന് പറഞ്ഞല്ല ഇതില്. അയ്യോ ബ്രോ, ഞാൻ നിന്നെ കണ്ടിട്ടാ പറഞ്ഞ, മനസ്സിലായോ മൊണ്ണേ? എടാ HF മൊണ്ണേ, നിന്നോട് ഇത് എന്താ ബ്രോ? സൈഡില് ഹാക്കേഴ്സ് ഉണ്ടോ? അതെന്താ ബ്രോ? ചത്താ തീരുങ്ങി കൊന്നേരാ. നീ കൊല്ല്, നീ തൊലിക്കും. പോടാ, എനിക്ക് വല്ല പോട്ടെ. അവൻ തൊലിക്കാൻ വന്നിരിക്കണം. ബ്രോ എന്റെ പേര് TVS സ്നൈപ്പ്. ഇത് TV ഓക്സ്. എന്ത് പറ്റി? എന്ത് കഴപ്പാ? നിനക്കെന്താ? നീ തീർത്തരാം. നീ തീർത്തന്നിട്ടോ? ഓ തീർക്കടാ നീ. എന്ത് പറ്റി? അയ്യേ, അത് ശരിയാ. പണ്ട് ടുട്ടുപോനുണ്ടായപ്പോ നമുക്ക് എതിരാളികളായിരുന്നു. ഇപ്പൊ വലിയ എതിരാളികൾ. ഇപ്പൊ ഇല്ല. ഇപ്പൊ വെറും തീട്ടങ്ങളാ. വെറും തീട്ടങ്ങളാ. എന്തോന്ന് എത്ര തവണ വിളിക്കണമെന്ന് പറയാൻ? ആ കുറച്ചുനേരം വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്ത് വേടാ? ഇവന്മാര് മറ്റേ അമ്പി കളിച്ചിട്ട് ഇന്ന് വലിയ കോണാവാല്ലേ? ഇവന്മാർക്ക് വലിയ കോണായിരുന്നു. എന്തോന്ന് പറഞ്ഞവൻ? എടാ ഇവന്മാരെ നമ്മള് കറങ്ങണം, അവിടെ തന്നെ ഇരുന്ന് കറങ്ങണ്ടേ? എന്നിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പേര് ഞാൻ ചോദിച്ചു, എന്താ ബ്രോ സെൻസസ് എടുക്കാൻ വന്നിരിക്കുവാണെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ കേട്ടില്ല. എന്താ ബ്രോ കേൾക്കണല്ലോ, ഒന്നും കൂടി പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ കേൾക്കണ്ട, വിട്ടേക്ക് ബ്രോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്റെ അടുത്ത് കൊണ പറഞ്ഞിട്ട് പോയി. അപ്പൊ എന്റെ അടുത്ത് പേര് ചോദിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ ബ്രോ പേര് പറയേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചു. ഇന്നലെ മറ്റേ അവനാണോ? അവനുണ്ട്, വേറൊരുത്തനും ഉണ്ട്. ബ്രോ എന്തോ തീർത്തരാന്ന് പറഞ്ഞല്ലേ ബ്രോ? എന്താ നിനക്ക് തീർക്കണ്ടേ? ഇപ്പ ചന്ദ്ര മുതുക്ക്
വെച്ചിട്ട് പോയാ അല്ലെ പോയാടാ അവന്മാര് എടാ മുതുക്കിന്റെ ഫ്രണ്ടിൽ അവന്മാര് പോയാടാ അവന്മാര് എവിടെ നോക്കട്ടെ ഗ്യാങ് വണ്ടി വന്നോടാ നമ്മളെ മര്യാദ പോണം നമ്മുടെ കാലിന്റെ ഇടയിൽ വന്ന് കയറിയിട്ട് അവനെ മുട്ട കോണ അത് കഴിഞ്ഞിട്ടേ അല്ല നിനക്കൊന്നും പേര് പറയാനോ ഉറപ്പില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ പേര് ടി വി സ്നൈപ്പ് ചെയ്ത് ടി വി ഓക്സി എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഊക്കിയിട്ട് സംസാരിച്ചിട്ട് പറയാണ് ബ്രോ ബോട്ടുകളിനെ അടിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചന്ദ്ര അപ്പൊ ഞാൻ പറഞ്ഞു ചന്ദ്ര ഞാൻ പറഞ്ഞു അപ്പൊ ബോട്ട് മറ്റേ ഇത് പണ്ട് മറ്റേ ടുട്ടുമോനി ഇരുന്ന ടൈമിൽ നമ്മള് ബോട്ട് ആയിട്ടുണ്ടോ ഇപ്പഴല്ല ബ്രോ എന്ന് പറഞ്ഞു. ഇപ്പൊ നീയൊക്കെയാണ് വെറും പട്ടികളെന്ന് ഞാൻ പറഞ്ഞു ചന്ദ്ര. അത് ഇപ്പൊ കാണാനില്ല ഇപ്പൊ വിട്ട് ഇവിടെ മുതിക്കുന്നേ വിട്ട് ഹലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള റെഡ് മുടിയുള്ള ഒരുത്തനില്ലേ ബ്രോ അവനൊക്കെ എവിടെയാണ് ബ്രോ? ഇപ്പൊ മുതുക്കിന്നുണ്ടോ കാണിക്കാന്ന് പറഞ്ഞവര് എങ്ങോട്ട് പോയി നോക്കി ബ്രോ റേഡിയോയില്. ആ റെഡ് മുടിയുള്ള പിന്നെ ഏതൊക്കെ ഒരു മുടിയുള്ള ഒരു ആൾക്കാർ വന്നിട്ട് എന്തോ കാണിക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ ഡ്രസ് ഉള്ളവരാ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പൊ കേറിയുള്ളൂ എന്നിട്ട് അവിടെ നിന്ന് ഇവിടം വരെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു റെഡ് അവർക്കെന്തെങ്കിലും കാണിച്ചു എടാ ഒന്ന് കോച്ചിങ് നിർത്തലാളിയാ ഗ്യാങ് വിളിച്ചൊക്കെ നമുക്ക് അല്ല അവനോട് സംസാരിക്കാൻ എവിടെയാണ് ഗ്യാങ്ങോസിന് നല്ല വലിപ്പമുണ്ട്. അങ്ങോട്ടോ ഫോൺ അടിച്ചോടേ ബ്രോ റെഡ് ഉണ്ടാ? റെഡ് നിങ്ങളുടെ കൂട്ടിട്ട് റെഡോ? റെഡില്ല ബ്രോ. റെഡില്ലേ? ഒരു റെഡ് മുടിയുള്ള ആള്. റെഡ് മുടിയുള്ള ആളോ? ആ രണ്ടു പേരുണ്ട്. ആ ഒരു റെഡ് മുടിയുള്ള എന്താ പറയാ നീട്ട മുടിയുള്ള ഒരു പുള്ളി. എന്തിനാ ബ്രോ? കാര്യം എന്താ? അല്ല സംസാരിക്കാനാ ബ്രോ. ബ്രോ കാര്യം പറയും. അല്ല എന്തോ കാണിക്കാന്ന് പറഞ്ഞിട്ട് പോയവരാ അതാ ചോദിച്ചത്. ഒന്ന് കാണിക്കാൻ വേണ്ടി വിളിക്കാൻ. എന്ത് കാണിക്കാന്നാ ബ്രോ പറഞ്ഞത്? എന്തോ കാണിക്കാന്ന് എന്തോ ചെയ്യാൻ അതല്ല അവനെ വിളിക്കണത്. അതെന്തോ കാണിക്കാന്ന് ചോദിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്? നിങ്ങൾക്കറിയില്ല നമുക്കൊന്നും അറിയണമല്ലോ ബ്രോ. ബ്രോ ബുദ്ധിയുള്ള ആരെങ്കിലും വിളിക്കോ ഗാങ്ങില്? എന്തോ പറയണ എടാ നിന്റെ ഗാങ്ങില് ബുദ്ധിയുള്ള ആരെങ്കിലും സംസാരിക്കാൻ ബുദ്ധിയുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കോ പുറത്തേക്ക്? നീ ഏതാ കേട്ടാവേ? നിന്റെ കൂട്ടത്തിലുള്ള മൊണ്ണങ്ങളോട് പറയണം പ്രശ്നം എന്തുവാന്ന്. അതാ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. നീ ഏതാ മൊണ്ണ ഇവിടെ വന്ന് കിടന്ന് കൊണക്കാൻ? അണ്ണൻ മാസം ഇറക്കണളിയാ. അണ്ണൻ എന്തുവാടാ? ആയിക്കോട്ടെ. എന്താണ് എന്തായിക്കോട്ടെ? എടാ നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയുള്ളവനെ വിളിക്കാൻ. എടാ നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയനെ വിളിക്കാൻ. നിനക്കത് പറ്റത്തില്ലേ? ചോദിച്ചോടാ ഒരാളോട്. എടാ നിനക്കത് പറ്റത്തില്ലേ? ഹലോ നിനക്കത് പറ്റത്തില്ലേന്ന്? എടാ നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയുള്ള ആളെ വിളിക്കാനാ പറഞ്ഞത്. എടാ അവനോട് നേരിട്ട് സംസാരിക്കാനല്ലേ വിളിക്കണത്. എന്ത് അവന്മാരോ ഗ്യാങ്ങോസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കണം. നീ എന്ത് ഇരുന്ന് പറയണത്? ബ്രോ ഇവിടെ നീട്ട മുടിയുള്ള 2-3 പേരുണ്ട്. റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പോലും അറിയില്ലെങ്കിൽ പിന്നെ ബ്രോ എന്തിനാ?
എടാ ഇനി നമ്മ നിന്റെ ഗ്യാങ്ങിലുള്ള അവന്മാരെ പേര് നോക്കി നമ്മള് പേര് നോക്കി ഇറക്കാം. നമ്മളെന്ത് സെൻസസ് എടുക്കണം. നീ എന്ത് ചെയ്യുന്നു പറയണം. എന്തോ എടാ സോൾവ് ആയോടാ? ഇതിലും വന്ന് കൊണക്കുമ്പോ ആദ്യം ബ്രോ അയ്യോ അയ്യോ കൊണക്കണ് ആര് കൊണക്കണ്. പുറത്ത് സംസാരിച്ചല്ലോടാ സ്നേഹിപ്പേ. അത് സംസാരിച്ചു അത് സോൾവ് ചെയ്തു. എന്താണ് എന്റെ പൊന്നു ബ്രോ മുതുക്കി വെച്ച് സിറ്റുവേഷൻ ഉണ്ടായമാരൊന്ന് വിളിക്കോ സംസാരിക്കേ? എടാ നിനക്ക് റേഡിയോ ഇല്ലേ? ബ്രോ ഏതാ ഗ്യാങ് ഏതാ? നമ്മള് ടി വി ഈ ഇരിക്കുന്ന പുള്ളി ടി വി ആണോ? ആ ടി വി. എന്തൊക്കെ അറിയണം ഇവന്മാർക്ക്? എല്ലാം അറിയണം ബ്രോ. നീ ഏതായി നീ ആരായി നീ? എടാ ഒന്നാ ബ്രോ എന്റെ നീ ആരായി നീ? നീ ഏതാടാ? ഫസ്റ്റ് അമ്പി മറ്റേത് രണ്ടാമത് മറ്റേത് അമ്പിക്കുട്ടന്മാരാ ബ്രോ. ബ്രോ കാവൽക്കാരനാണോ? ബ്രോ കാവൽക്കാരനാണ് ബ്രോ. ഇത് ബ്രോ കാവൽക്കാരനാണ്. സെക്യൂരിറ്റി ആണെന്ന് ആരും പുറത്തേക്ക് വിടൂല. കയറ്റി വിടത്തില്ല. ഞാൻ ഡ്രസ് ഇല്ലേ? എടാ നീ നിനക്ക് ഞാൻ ഡ്രസ് ഇടണ ചട്ടി ഇടണമെന്ന് നമ്മള് തീരുമാനിക്കും. മനസ്സിലായില്ലേ? നിനക്ക് ഇടണേ നീ അത് നോക്കിയിരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ വിളിച്ചിട്ട് വലിയ അമ്പിയായിരുന്നല്ലോ. ഇന്ന് എന്ത് പറ്റി? വലിയ കോണ. പിന്നെ നീ വന്ന് ഇങ്ങോട്ട് അയ്യോ എങ്കിൽ അമ്പി കളിക്കാൻ വരല്ലടാ. നീ അങ്ങനെ തന്നെ ഇരിക്കണം. ടീഷർട്ട് കാണുന്ന ഇന്ന് നിനക്ക് വല്ല വേണ? ഇന്നുള്ളി ചട്ടി ഇട്ടിട്ടുണ്ടെന്ന് നിനക്കറിയണ? എന്ത് അറിയണ നിനക്ക്? വല്ല വേറെ വല്ലതും അറിയണ? അപ്പക്കുഴിയാ? കിണറുള്ള ഇവനാണ് സംസാരിക്കണത്. ആൾക്കാരെ വിളിക്കണേ. നമ്മളത് അവന്മാരെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് ഉണ്ട്. വേഗം വന്നടാ സ്നേഹിപ്പേ. നീ അവിടെ സംസാരിച്ചോണ്ടിരിക്കണോ? നമ്മള് സംസാരിക്കാൻ അവൻ അയ്യോ 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 ദേ അമ്പി വേണം. അമ്പി അടുത്ത അനിയൻ സിനിമയില് രണ്ടാമത് ബ്രോ ഒന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രണ്ടെണ്ണം കാണിക്കാന്ന് പറഞ്ഞു. അതൊന്ന് കാണിക്കാൻ പറഞ്ഞു. ബ്രോ ഈ മൊണ്ണേനെ ഒന്ന് വിളിച്ചോണ്ട് പറ. കൊറേ നേരമായിട്ട് ഇരുന്ന് മൊണ്ണത്തരം പറഞ്ഞോണ്ടിരിക്കുക. ബുദ്ധിയുള്ള ആരെങ്കിലും ഇവരെ പിടിച്ചോണ്ടോ? ബുദ്ധിയുള്ള ആരെങ്കിലും വിളിക്കും. ബ്രോ ബുദ്ധിയുള്ള ആരെങ്കിലും ബ്രോ ബുദ്ധിയുള്ള ആരെങ്കിലും വിളി. ഈ പുള്ളിനെ മാറ്റി നിർത്ത്. കൊറേ നേരമായിട്ട് ബുദ്ധിയിലായി വീണ്ടും മാസ്റ്റർ. എടാ നിന്റെ കൂട്ടത്തിലുള്ള ബുദ്ധിയുള്ളവർ ഇന്നലെ ഒന്ന് സംസാരിച്ചതുണ്ടായിരുന്നു. അമ്പികള് മനസ്സിലായില്ല? അമ്പികള് എടാ അമ്പികള്. എടാ നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇന്നലെ അങ്ങനെ സംസാരിക്കാൻ മനസ്സിലായി? അമ്പികളെ അയ്യോ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ താല്പര്യമില്ലോ അല്ലേ ഓക്സി? എനിക്ക് ഇതിനോട് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ താല്പര്യമില്ലോ. നമുക്കറിയൂ ബ്രോ ചുമന്ന മുടിയുള്ള നീട്ടി എടുത്തേ. അതെന്നെ ഇത്ര നേരമായിട്ട് ചോദിക്കല്ലേ? അളിയ നീ അവിടെ പോണത്? സ്ഥലം പറയടാ അങ്ങോട്ട് വരട്ടെ. എടാ അവന്മാരെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിലടാ ബാല. അത് മറ്റേ SRRന്റെ അവിടെ ഇല്ല? SRRന്റെ ഇവിടെ ഇതില്ല. ഈ മൊണ്ണേനെ ഒന്ന് മാറ്റി നിർത്തളിയ. കൊറേ നേരം ഈ മൊണ്ണെന്തോ മൊണ്ണത്തന്നെ പാതി പ്രശ്നം. ഇത് വീട്ടിലുള്ള പോടാ. എനിക്കല്ലേ ഇത് കോമഡി പറയണല്ലേ ഇവര് ഇരുന്നിട്ട്? കുടുംബത്താരില്ലേ? എന്ത് കുടുംബം ബ്രോ? കുടുംബത്താരില്ലേ ബ്രോ? ബ്രോ വലിയ കുടുംബം ഉണ്ടായവരല്ലേ ബ്രോ നിങ്ങള്? ബ്രോ വലിയ കുടുംബം ഉണ്ടായവരല്ലേ ബ്രോ നിങ്ങള്? വലിയ കുടുംബം ബ്രോ. വലിയ കുടുംബം ഓക്സി. വലിയ കുടുംബം വരുന്നത്. അറിയപ്പെട്ട കുടുംബം വരുന്നത്. എടാ എന്താണ് ചാറ്റ് ഓഫ് ചെയ്തിരിക്കണോ? ചാറ്റ് ഓഫ്. അല്ല നമുക്ക് അവന്മാരോട് സംസാരിക്കണം. അവന്മാരില്ലേ? നിങ്ങളെന്ത് റോബറിയാ? അല്ലേ ചാർലി മറ്റേ നേരത്തെ പറഞ്ഞ പൊത്തിയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. നമ്മളെ വന്ന് ചാർലി മാസ്റ്റർ ഒക്കെ ഉണ്ട്. ചാർലി മാസ്റ്റർ പറയുന്നു കേക്കടാ ഓക്സി. ചാർലിന്റെ മാസ്റ്റർ
ചന്ദ്രകമോൺ 150 ഇല്ല ബ്രോ നമ്മള് മര്യാദക്കല്ലേ ബ്രോ സംസാരിക്കുന്നത്. ബ്രോ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. എന്റെ കൂട്ടത്തിൽ ആ രണ്ടുപേരും നമ്മുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെയല്ല, മനസ്സിലായ? അതുകൊണ്ടാണ് നമ്മളിവിടെ അല്ല, നമുക്കിപ്പോ അവൻ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചിട്ട് നിങ്ങളുടെ കോ ലീഡർ ഇതിലാരാ മെയിൻ ആരാ? ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണ ആളാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ നമുക്കൊന്നും നിന്റെ അടുത്ത് വലിയ മാന്യതൊന്നും ഇല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കി. അമ്പിച്ചാർലി വന്നിട്ട് അയ്യോ 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 അമ്പിച്ചാർലി അമ്പിച്ചാർലി അത് അയ്യോ അമ്പിച്ചാർലി അയ്യോ അമ്പിച്ചാർലി സ്നൈപ്പിനെ കൊന്നാടാ. സ്നൈപ്പിനെ കൊന്നേ എന്നിപ്പോ കിടക്കട തീട്ടവന് കുറെ നേരമല്ലേ നീ നിന്റെ ഒരു വട്ടം മര്യാദക്ക് പറഞ്ഞു കേട്ടാ. ഇത് താറാവിന്റെ കൂടെ അല്ല അറിയുന്നില്ല. ഞാൻ പറഞ്ഞ താളം ഓടാ തീട്ടവേ താറാവേ. അയ്യോ ഇന്നത്തെ ആദ്യത്തെ മരണാശി. ഇതെങ്ങനെയാടാ റീസ്പോൺ അടിക്കണേ? നിർത്തി ഹലോ ഹലോ അല്ല നിങ്ങളുടെ വീടിന് ഇവിടെ അല്ല. നിങ്ങളിപ്പോ എന്തിനാ? അല്ല നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ ഉണ്ട്. കത്തിച്ചല്ല റീസ്പോൺ ചെയ്യാം. സ്നൈപ്പിനെ കൊന്നാടാ. സ്നൈപ്പിനെ കൊന്നേ. സംസാരിക്കല്ലോ പോയതിന്. ഈ മല ഉണ്ട്, ഈ മല ഉണ്ടെന്ന് നേരെ വെക്കോ. പ്രശ്നമാണല്ലോ പിള്ളേര്. ഒരു ദിവസം മാനായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അവന്. കണ്ടില്ല. ഇവരൊക്കെ ഇവിടെ ഇല്ലേ? മണ്ടല്ലേ വണ്ടി ഒന്ന് അടിച്ചടാ. ഞാൻ സീറ്റ് ചേഞ്ച് ചെയ്തോളാം. അല്ല അതെന്തൊരു സംഭവം നമ്മളതിന് ഇതല്ലേ? നിർത്തിയോടാ. ഹലോ നിർത്തി ഹലോ ബ്രോ ഇതെന്താ വണ്ടി പൊട്ടിച്ചേക്കുന്നത്? ഇതെന്ത് പറ്റിയതാ? ഹലോ അല്ല നിങ്ങളുടെ വീടിന് ഇവിടെ അല്ലേ? നിങ്ങളിപ്പോ എന്തിനാ? അല്ല നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എടാ നിക്ക് സ്നൈപ്പിനെയും മറ്റവനെയും കൊന്നേക്കുന്ന കേട്ടോ. നിങ്ങൾക്കറിയത്തില്ല? നമ്മളിവിടെ ഉണ്ട്. വരണ്ട. ഹലോ ബ്രോ ഒന്ന് കേട്ടോ. ബ്രോ നിങ്ങളുടെ ലീഡർ ആരെങ്കിലും ഉണ്ടോ? ബ്രോ ഞാൻ കോളീഡറാണ്. ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ബ്രോ. അപ്പൊ കൊറേ നേരോട്ട് ഇങ്ങനെ അമ്പിന്ന് വിളിക്കുന്നു. കൊറേ വെറുതെ ചുമ്മാ അവിടെ സംസാരിച്ചോണ്ടിരിക്ക.
വെറുതെ വന്നിട്ട് ഇങ്ങനെ അമ്പിന്ന് വിളിക്കുന്നു, വെറുതെ വന്നിട്ട് ചാർലി അമ്പി അമ്പി മണ്ടനാണ് പൊട്ടൻ കുറെ നേരത്തെ ട്രിഗർ ചെയ്യുന്നു ബ്രോ. കുറെ നേരിട്ട് അവിടെ നിന്ന് ഒരു മിനിറ്റ് സംസാരിക്കോടാ. കുറെ നേരം ട്രിഗർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു പ്രോ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടാങ്ക് അടിച്ചപ്പോ വീണ്ടും അമ്പി എന്ന് വിളിച്ചപ്പോ അടിച്ചിട്ടത്. അല്ല ഒരു സെക്കൻഡ്. ഹലോ ഹലോ പറഞ്ഞോ ബ്രോ. നിന്റെ അടുത്താണ് ചേച്ചി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് കുറച്ച് നേരത്തെ ഞാൻ വന്നിട്ട്. അല്ല ബ്രോ ഞാൻ ഇപ്പൊ വന്നു. ഒരു സെക്കൻഡ്. ഈ വണ്ടിയിലാണാ ബ്രോ? എന്തോ സോൾവ് നിങ്ങൾ സംസാരിച്ച സോൾവിങ് അല്ലായിരുന്നല്ലോ. നിനക്കറിയോ അത് കണ്ട നീ അവിടെ സംസാരിക്കണത്? ബ്രോ നമ്മള് നീലമുടിയുള്ള ബ്രോ അവിടെ ഉണ്ടായിരുന്നു. മുതുകിലുണ്ടായിരുന്നു. ആ അത് നമ്മളതാണ് പറഞ്ഞത്. അപ്പൊ ബ്രോ ഇല്ലല്ലോ, തുടങ്ങിയത് എങ്ങനെയാന്ന് ബ്രോയ്ക്ക് അറിയത്തില്ല. പിന്നെ അച്ഛനാ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്തെങ്കിലുണ്ടല്ലോ അത് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉറപ്പ് നോർമലി എല്ലാരും കാണിക്കണം. അത് കാണിക്കണം. അല്ലല്ല ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാങ്ങിൽ രണ്ടുപേർ നിപ്പുണ്ടായിരുന്നു. ചോദിച്ചു അച്ഛനെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു ഇവിടെ. അപ്പം അവൻ പറഞ്ഞു അവനൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ, അവ ഒന്നും കണ്ടില്ല, അവൊന്നും അറിഞ്ഞില്ല. ഓ നോർമലി നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഗ്യാങ് മെമ്പറിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവന്റെ കൂടുതലുള്ള അടുത്ത് അവർ റേഡിയോയിൽ ചോദിക്കണമല്ലോ. എന്റെ പേര് ചന്ദ്രൻ എന്നാ, ഞാൻ ഡിയറെ കൊല്ലം. ബ്രോ അതിന്റെ സീനില്ല ബ്രോ. ഈ കാര്യം നമുക്ക് ഡീൽ ചെയ്യാം ബ്രോ, ഈ കാര്യം നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. ഞാൻ പറഞ്ഞതല്ല, ജസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉറപ്പ് കാണിക്കണമെന്നേ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങള് ബ്രോ മുതുക്കിലില്ലായിരുന്നു. അപ്പൊ തുടക്കം എന്താന്ന് ബ്രോക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ബ്രോ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? എന്നാ ബ്രോ എന്ന് പറഞ്ഞ കേക്കട്ടെ. ബ്രോ നമ്മള് മര്യാദക്ക് ആ മറ്റേ മുതുക്കിലാകെ അറിയാലോ, ഒരു എൻട്രൻസ് ആണുള്ളത് കയറിപ്പോനെ വരെ. ആ നമ്മൾ അതുവഴി പോകുമ്പോ ഇറങ്ങുമ്പോഴും അവിടെ കൂടെ നടക്കുമ്പോഴും ചിലപ്പോ വണ്ടി തട്ടിന്നിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ ബാക്ക് പൊതുവെ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല. ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ ബ്രോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചിട്ട് നമ്മള് പോകും. മനസ്സിലായ? ആ ഇതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഈ തട്ടിയെന്ന് മുട്ടിയെന്ന് പറഞ്ഞാൽ അതും ഇതും എന്തൊക്കെയോ പറഞ്ഞ ഇവിടെ കൊണയായത്. എനിക്ക് അതറിയാം. അത് കഴിഞ്ഞ് നിങ്ങളെന്ത് പറഞ്ഞപ്പം? അതുകൊണ്ട് ബാക്കി എന്തൊരു നടന്നേ? അപ്പൊ ബ്രോ അല്ലേ പറഞ്ഞ അറിയാന്ന്, എന്നിട്ട് നിനക്ക് അറിയത്തില്ല, നീ ചോദിക്കണം. ബ്രോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് സംസാരിക്കേ. ഇപ്പൊ അറിയാത്തവരൊന്നും ചെയ്തിട്ടില്ലെന്നാ അവര് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാം, കണ്ണും പൂട്ടി വിശ്വസിക്കാം. ചന്ദ്ര ബാബാ അത്രേ ഉള്ളൂ. കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റിയ കൊള്ളാം സൂപ്പർടാ, കൊള്ളാം. അത് നമ്മളെ കേൾപ്പിക്കാനാണ് ഓടിച്ചെന്ന് സംസാരിക്കുന്നത്. എന്നാ എന്റെ ചെവിക്കകത്ത് കയറിക്കടാ. എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാ ബാല ഒട്ടിക്കോ. ഞാനൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ ഒരു കഴിവില്ലാത്ത ഒരു പുണ്ടല്ലടാ ഇവിടെ നിക്കായിരുന്നേ. അവന്റെ അടുത്ത് ചോദിച്ചാൽ എന്താ സംഭവം, അവനൊന്നും അറിഞ്ഞൂടാന്ന്. അത് കണ്ടാ പല നീ സംസാരിച്ച അവൻ ആരാവൻ സംഭവേ. അവര് എനിക്കൊന്ന് സ്നൈപ്പോക്സി ഹോസ്പിറ്റലിലേക്ക് റേഡി ഇല്ലെന്ന് തോന്നുന്നു. റീസ്പോൺ അവര് കത്തിച്ച് കിട്ടാട്ടാ. കത്തിച്ച് ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം പോലാത്ത പുണ്ടച്ചിടത്താണ് പോയി വള്ളി എടുക്കുന്നത്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടോടാ, കുറ്റം പറയണല്ലോടാ. എന്തിനാടാ ഈ വെറുതെ അമ്മരെ ഫ്രണ്ടിൽ പോയി ചാടി കൊടുക്കണേ? ചന്ദ്രൻ നമ്മള് സംസാരിക്കുമ്പോൾ ചന്ദ്രനോട് പറഞ്ഞിരുന്നില്ല അവിടെ സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ പോയി ചാവണേ? നമ്മളില്ലേ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രണ്ടുപേരായിട്ട് പോയിട്ട് സംസാരിക്കാൻ പോണെന്നില്ല. രണ്ടുപേരും വരുമല്ലേ ബാക്കിന്ന്? ഇല്ല നമ്മളവിടെ വന്നോണ്ടിരുന്നപ്പോഴേ ചന്ദ്ര ഇവര് ചോദിച്ചായിരുന്നു സംസാരിക്കാൻ. നമ്മള് അല്ലടാ ഞാൻ വേണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോ ഇങ്ങനെ കൊല്ലുമെന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെ കൊല്ലണ ഇതിൽ പോയിട്ട് നിന്നോടുക്കില്ല. അവര് എത്ര പേരൊന്നുണ്ടായിരുന്നുണ്ടോ അവിടെ? അവര് അത്ര പേര് നമുക്ക് ഭയങ്കര ശോകോടെ ചത്തിരി നിങ്ങളൊക്കെ ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും പോയി കാണണേ. അല്ല ചന്ദ്ര നമുക്ക് കൊടുക്കാല്ല ചന്ദ്ര, അത് കുഴപ്പമില്ല ചന്ദ്ര. അത് അല്ല ഈ സംഭവം പറഞ്ഞാൽ നിങ്ങളെ കൊന്ന് നിങ്ങളെ അമ്മമാര് സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും അതില് അവിടെ നമ്മള് പോയി ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം നീ എനിക്ക് റെഡി കോൾ ഒന്നില്ലേ ഇതുപോലെ അടിച്ചെന്ന്?
ആ ലൈക്ക് ഓക്സി കോൾ വന്നായിരുന്നു നിന്നെ അടിച്ചെന്ന് അന്നേരം ആ സ്നൈപ്പിനെ ആദ്യം അടിച്ചാ ആ നിങ്ങൾ വണ്ടിക്കകത്താ നിങ്ങളത് സംസാരിച്ചപ്പോഴാണ് അവർ അടിച്ചു തന്നത് ഈ ഫെയർ അവന്മാർ തന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം നമ്മളിപ്പോൾ ചോദിക്കാൻ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ അവന്മാർ ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ കോൾ ലീഡർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെന്തോ സംസാരിച്ച് നിങ്ങളെന്തോ ചാർലീൻ്റെ ഇതാക്കിയിട്ട് എന്തൊക്കെ ആണെന്ന് പറഞ്ഞ് അന്നേരം അടിച്ചെന്നൊക്കെയാണ് അങ്ങനെയാണ് പറഞ്ഞത്. അവര് മുട്ടൻ ഊക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അവിടെ. എന്ത് ചെയ്യട്ട് പയ്യന്മാരുണ്ടാ? അറിയില്ല, നോക്കാം. 20 പേര് കയറുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നണടാ. ഹലോ, എനിക്ക് തോന്നുന്നു ഇന്ന് ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ് നമ്മുടെ കൂട്ടത്തില്. കാരണം നാളെ എവിടെയൊക്കെ പോകുന്നുണ്ട് കുറച്ച് പേര്. ഒരു സിറ്റുവേഷന്റെ വാലിഡ് അങ്ങനത്തെ ഉണ്ടോ? ഒരു സിറ്റുവേഷൻ ഇന്ന് തുടങ്ങി ഞാൻ സിറ്റുവേഷന്റെ കണ്ടിന്യൂസ്ലി നമുക്ക് നാളെ ചെയ്യാൻ എത്ര ടൈം ഉണ്ടെന്ന് അറിയാമോ? സുനാമി വേറെ പുതിയത് എടുക്കാം. അപ്പൊ ഈ സിറ്റുവേഷനെ കുറിച്ച് പിന്നെ ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, ആ സിറ്റുവേഷന്റെ ബേസ് എടുത്തുകൂടാ, വേറെ പുതിയ സിറ്റുവേഷൻ എടുത്താൽ മതി. വലിപ്പം കൂടെ തീരണില്ലല്ലേ. ഡ്രോപ്പ് നമ്പർ ബിലാൽ ജോൺ കുരിശിങ്കൽ. ഡ്രോപ്പ് നമ്പർ ആയിട്ടായിരിക്കും നമ്മൾ അവനെ അടിച്ചിട്ടിരിക്കുക. നമ്മളെ കൂട്ടത്തിൽ രണ്ടുപേരെ കൊന്നിട്ട് അവന്റെ ഡ്രോപ്പ് നമ്പർ അവന്റെ അച്ഛന്റെ മൂട്ടി കൊണ്ടുവെക്കാൻ പറഞ്ഞു. ലൗഡ് സ്പീക്കർ ഉണ്ട്. ഹലോ ഹലോ ബ്രോ, ഞാൻ HF ന്നാണ്, ബിലാലാണ്. പറഞ്ഞോ ബ്രോ. ഇപ്പൊ നമ്മൾ തമ്മിൽ ചെറിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് സംസാരിച്ചു. സിറ്റുവേഷൻ അല്ല, കൊന്നതല്ലേ ഇവർ രണ്ടുപേരെ? അതെ അതെ. പറഞ്ഞോ എന്താ കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ നമ്മൾ ചെയ്തോളാം ബ്രോ. അത് എപ്പോഴാ എവിടെ വെച്ചാന്നൊക്കെ നമ്മൾ നോക്കിക്കോളാം. അത് ചോദിക്കാനാണ് വിളിച്ചത്, നമ്മള് ചോദിച്ചോളാം. എടാ ഇവന്മാരെ നമ്മള് പയ്യന്മാര് കയറുന്ന ദിവസം ഇവന്മാര് മെറ്റയടിക്കും. ഉറപ്പാടും മെറ്റയടിക്കും അവന്മാർ. എന്തായാലും മെറ്റയടിച്ചിട്ട് തന്നെ അവന്മാര് ഉണ്ടാക്കത്തുള്ളൂ. ഇവന്മാരൊക്കെ ഇവന്മാര് കാണിച്ചുള്ളതിന് നമ്മൾ എന്തായാലും അവന്മാരെ കൊടുക്കും. ഇന്നിപ്പോ നമുക്കറിയാലോ, ഇന്നിപ്പോ നമ്മള് നമ്മള് ആളില്ല, ആള് കുറവാ. മാക്സിമം ആൾക്കാരില്ല. രണ്ടുപേര് ഇവന്മാർക്കും കയറാൻ പറ്റത്തില്ല. വെറുതെ എടാ ആളും ഇല്ലാണ്ട് വെറുതെ എന്തോ ഇതിന്റെ പേരിൽ ഇനി സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അലമ്പാവും. വെറുതെ ഡാനും മാച്ച് ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് പിന്നെ പിന്നെ സിറ്റുവേഷൻ നോക്കുന്നത്. കൊടുക്കാം. കിട്ടിയ പോലെ എന്ന് പറയാൻ മറ്റേ വെറുതെ എന്നപ്പോ അടിച്ചു കൊടുത്തല്ലേ, അതിന് കിട്ടിയ പോലെ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. കൊടുക്കാനേ ഉള്ളൂ. നമുക്ക് കൊടുക്കാം. നമ്മുടെ കൂട്ടിൽ എടേ അമ്മ ദേഹത്തോണ്ട് ഇടിക്കല്ലേ, അമ്മ ദേഹത്തൊന്നും കൊണ്ടിടിക്കല്ലെന്ന് സൈക്കിൾ വെച്ച്. ഇതെവിടെ നിട്ടി എനക്ക്? കൊള്ളാം. പോയിട്ട് വരാം. എടാ ഇനി സംസാരത്തിന് പോണ്ടേ? സംസാരത്തിന് പോയ ഓക്കെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങണേ. ഇറ്റാച്ചി ഒന്ന് നോക്കിക്കോണേ അമ്മരെല്ലാരും.